2 പ്രാവശ്യം ആഘോഷിക്കുന്ന ഏക പെരുന്നാൾ പെരുന്നാളാണ്. ഈ പെരുന്നാൾ ദുഃഖവെള്ളിയാഴ്ച വന്നാലും പോലും അന്ന് വിശുദ്ധ കുർബാനയാക്കി മൊത്തമാക്കും പ്രാധാന്യം പരിശുദ്ധ സഭ ഈ പെരുന്നാളിന് നൽകിയിട്ടുണ്ട്. കർത്താവിന്റെ ജനത്തെക്കുറിച്ചുള്ളതായ മാലാഖയുടെ അറിയിപ്പ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. മറ്റ് സുവിശേഷകർ കർത്താവിന്റെ കന്യകാജനനം വിശ്വാസത്തിന്റെ ഭാഗമായി അംഗീകരിച്ചിരുന്നെങ്കിലും അവരുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മറിയാമിനോടുള്ള അറിയിപ്പ് വേദപുസ്തകത്തിൽ സാധാരണയായി കാണപ്പെടുന്ന അനൗൺസിയേഷൻ സ്റ്റോറീസ്, പ്രഖ്യാപിത കഥകളുടെ ഭാഗത്തിൽപ്പെട്ടതാണ്. ഇതൊരു പ്രത്യേക സാഹിത്യ രൂപമാണ്, ലിറ്റററി ഫോം. ഇപ്രകാരമുള്ള പല കഥകളും പഴയ നിയമത്തിലുണ്ട്. ഉദാഹരണത്തിന് ശിംശോന്റെ ജനനം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇസഹാക്കിന്റെ ജനനം ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ മഗ്ദാലയുടെ ജനനം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അനൗൺസിയേഷൻ സ്റ്റോറീസിന്റെ പ്രഖ്യാപന കഥകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ജനിക്കുവാൻ പോകുന്ന പൈതൽ ദൈവത്തിന്റെ രക്ഷാചരിത്രത്തിൽ ഹിസ്റ്ററിയിൽ വഹിക്കുവാൻ പോകുന്ന ചുമതലകളും പദവികളും എന്താണെന്നുള്ളതിനെ കുറിച്ച് വായനക്കാരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. വായനനുസരിച്ചാണ് കർത്താവ് ജനിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആരാൾ പറയുന്നത്. യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ളതായ ഈ പ്രഖ്യാപിത കഥ മറ്റ് കഥകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇസഹാക്കിന്റെയും ശമൂവേലിന്റെയും ശമൂവേലിന്റെയും യോഹന്നാന്റെയും മാതാപിതാക്കന്മാരെ വൃദ്ധരായി. ഇവിടെ വിവാഹപ്രായമായ ഒരു കന്യകയോടാണ് മാലാഖ വന്ന് ദൂത് അറിയിക്കുന്നത്. കന്യകയിൽ നിന്നുള്ള കർത്താവിന്റെ ജനനം പരിശുദ്ധ ദൈവത്തിനുള്ള അറിയിപ്പിന്റെ അംഗീകൃത അടിസ്ഥാന വിശ്വാസമായ സഭ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ അറിയിപ്പിന്റെ പ്രാധാന്യം കന്യകാജനത്തെക്കാൾ ഉപരിയായി പരിശുദ്ധാത്മാവിന്റെ സൃഷ്ടിശക്തിയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഭാഷയിൽ പറഞ്ഞാൽ കന്യകാജനം സഭ അംഗീകരിക്കുന്ന ഒന്നായിരിക്കുമ്പോൾ തന്നെ കന്യകയിൽ നിന്നുള്ള ജനനം എന്നുള്ളതിനേക്കാൾ കൂടുതലായ പ്രാധാന്യം ഈ സംഭവത്തിൽ കൊടുക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സൃഷ്ടി കർമ്മത്തിലുള്ളതായ കഴിവിനെ കുറിച്ചുള്ള ധാരണയാണ്. നമ്മുടെ കർത്താവിന്റെ ചരിത്രം അനുസ്യൂതമായ ചരിത്രത്തിന്റെ ധാരയിൽ നിന്ന് ഉതിർന്നു വീഴുന്നതല്ലെന്നും ഉള്ളതാണ് അറിയിപ്പിന്റെ സവിശേഷമായ ഊന്നൽ. ഇത് ചരിത്ര സംഭവമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇത് അനുസ്യൂതമായ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ചരിത്രത്തിന്റെ മധ്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അറിവ് വെളിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവിന്റെ ചരിത്രത്തിലെ ട്രാൻസെൻഡന്റൽ ഉത്ഭവമാണ്. മലയാള ഭാഷയിൽ ശരിയായ വാക്യങ്ങളിൽ അനുഭവജ്ഞാനാതീതമായ മനുഷ്യന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ കഴിയാതവണ്ണമുള്ളതായ അപ്രമേയമായ ദൈവത്തിന്റെ ഉപാദാനത്തിന്റെ ഭാഗമായി ഇതിനെ കാണേണ്ടതാണ്. കർത്താവിന്റെ കന്യകയുടെ ജനനത്തിന്റെ അറിയിപ്പിനോടുള്ളതായ നമ്മുടെ പ്രതികരണം യേശുവിന്റെ ചരിത്രത്തിലെ അനുഭവജ്ഞാനാതീതമായ ജന്മത്തെ അംഗീകരിച്ച് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നതായിരിക്കണം. കന്യകയിൽ നിന്നുള്ള ജനനത്തെ കുറിച്ചുള്ളതായ വിവരണങ്ങളും ആ വിശ്വാസവും പലരും ആദ്യകാലം മുതലേ ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. നെസ്തോർ എന്ന് പറയുന്ന ഒരു സഭാപിതാവ് സർവശക്തനായ ദൈവം ഒരു സ്ത്രീയിൽ എങ്ങനെ ജനിക്കും, അത് അസാധ്യമാണ്, അതുകൊണ്ട് പരിശുദ്ധ കന്യകമറിയാമിനെ ദൈവത്തെ പ്രസവിച്ചവൾ എന്ന് പറയുവാൻ പാടില്ല, യേശുവിന്റെ അമ്മയെന്ന് വേണമെങ്കിൽ പറയാൻ. കാരണം യോർദാൻ നദിയിൽ വെച്ച് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് ദൈവത്തിന്റെ ശബ്ദമുണ്ടായ സമയത്ത് ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ അംഗീകരിച്ചു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ അമ്മ അല്ല, വേണമെങ്കിൽ ആ അഡോപ്ഷൻ നടന്നു കഴിഞ്ഞിട്ട് കർത്താവിന്റെ അമ്മയെന്ന് വേണമെങ്കിൽ ദൈവത്തിന്റെ മാതാവെന്ന് പറയാം. എന്നാൽ ദൈവോടോക്കോസ് ദൈവത്തെ വഹിച്ചവൾ എന്ന് പറയുവാൻ പാടില്ല എന്ന് പറഞ്ഞ് സഭ മുടക്കിയ നെസ്തോറിന്റെ പിൻഗാമികളാണ് ഇന്ന് വളരെ ചുരുക്കമായ സഭയായിട്ട് അവശേഷിച്ചിരിക്കുന്നത്. തൃശ്ശൂരുള്ളതായ കണ്ടായ സഭയിൽപ്പെട്ടതാണ്. എന്നാൽ സുറിയാനി സഭ, പൗരസ്ത്യ സഭകളെല്ലാം തന്നെ
പ്രധാന പാശ്ചാത്യ സഭകൾ കർത്താവിന്റെ കനികാജനത്തെ പൂർണ്ണമായും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ കനിയുള്ള ജനനത്തിന്റെ അറിയിപ്പിനോടുള്ളതായ നമ്മുടെ പ്രതികരണം യേശുവിന്റെ ചരിത്രത്തിലെ ട്രാൻസെൻഡന്റൽ ജനനത്തെ അംഗീകരിച്ച് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ദാവീദിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തവും ഉടമ്പടിയും നമ്മുടെ കർത്താവിന്റെ വരവിൽ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. ദാവീദിനോട് ചെയ്ത ഉടമ്പടി പൂർത്തീകരിക്കുന്നവരാണ് കർത്താവെന്ന് മാലാഖമാരെന്ന് പറയുന്നത്. കനിയവരെ ഉണ്ടാകാവുന്ന എല്ലാ പ്രത്യാഘാതങ്ങളെയും നല്ലവണ്ണം ഗ്രഹിച്ചതിന് ശേഷം ഞാൻ കർത്താവിന്റെ ദാസന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതാണ് മാതാവിന്റെ ജന്മപ്പെരുന്നാളിന്റെ മുഖ്യമായ പ്രാധാന്യം എന്ന് പറയുന്നത്. മറിയാം സ്വന്തം മനസ്സോടുകൂടെ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സമ്പൂർണ്ണ സമർപ്പണം നടത്തിയപ്പോൾ മാത്രമാണ് ഇസ്രായേലിന്റെ പ്രത്യാശാ പൂർത്തീകരണത്തിന് വേണ്ട പരിശുദ്ധാത്മാവിന്റെ സൃഷ്ടികർമ്മം യാഥാർത്ഥ്യമായി തീരുന്നത്. അറിയാവിന്റെ സമർപ്പണം അർഹമല്ലായിരുന്നുവെന്ന് ആ സമർപ്പണത്തിന് മുൻപ് അവളുടെ ക്രിയയിൽ കൂടെ നടത്തിയ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ്. യാതൊരു കാര്യവും പൂർണ്ണമായി ഗ്രഹിക്കാതെ അംഗീകരിക്കരുത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഞാൻ അപ്പനായതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് അനുസരിക്കണം, അമ്മ പറഞ്ഞത് അനുസരിക്കണം, അല്ലെങ്കിൽ അധ്യാപകൻ പറഞ്ഞത് അനുസരിക്കണം, അച്ഛൻ പറഞ്ഞത് അനുസരിക്കണം എന്ന് പറഞ്ഞു വയ്ക്കാറുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് പറയുന്ന കാര്യം അംഗീകാര്യമാണ് എന്ന് ബോധ്യമാകുന്നില്ലെങ്കിൽ അംഗീകരിക്കാൻ പാടില്ല. ആര് പറഞ്ഞാലും അംഗീകരിക്കും. ദൈവത്തിന്റെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യാതെ അംഗീകരിക്കരുതെന്നാണ് എന്റെ വിശ്വാസം. കാരണം ദൈവത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തി ഒരിക്കലും ദൈവത്തെ ഗൗരവമായി എടുത്തിട്ടില്ലെന്നാണ് കരുതുന്നത്. എല്ലാം ചോദ്യം ചെയ്യലിന് മറുപടി കണ്ടുപിടുത്തുവാനും സാധിക്കണം. മാതാപിതാക്കന്മാരോട് ചോദിക്കണം. കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാർക്ക് അറിയില്ലെന്ന് പറയരുത്, അറിയാമെന്ന് പറയരുത്, അറിയില്ലെന്ന് പറയണം. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് ഉത്തരം കണ്ടുപിടിച്ച് കൊടുക്കുവാൻ സാധിക്കണം. വൈദികരും അങ്ങനെ തന്നെ ചെയ്യണം. മറിയാമിന് സംശയ നിവാരണ വ്യക്തി അവരെ സമ്പൂർണ്ണ സമർപ്പണത്തിന് യോഗ്യമാക്കിയതുപോലെ ഓരോരുത്തരെയും വിവിധതരങ്ങളായ സമർപ്പിത വേലയ്ക്കായി ദൈവം വിളിക്കുകയും ആ വിളിയോടുള്ള വിധേയത്വത്തിൽ നമുക്കുണ്ടാകാവുന്ന സംശയങ്ങളും ആഗ്രഹങ്ങളും ദൂരീകരിച്ച് വിളിക്കപ്പെട്ട വേല നിർവഹിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തി നൽകുകയും ചെയ്യുമെന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. നമ്മിൽ പലരും കർത്താവിന്റെ വേലയിൽ ഉൾപ്പെടാത്തതിന്റെ ഒരു കാരണം അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ, കഴിവുണ്ടോ എന്നുള്ള സംശയം കൊണ്ടാണ്. അതിന്റെ ആവശ്യമില്ല. നമ്മെ ദൈവം വിളിക്കുമ്പോൾ ഏത് വേലയ്ക്ക് വിളിക്കുന്നോ ആ വേലയ്ക്ക് നമ്മെ ശക്തിയായി. നമുക്ക് ചെയ്യുവാൻ പാടില്ലാത്ത ഉത്തരവാദിത്തങ്ങളൊന്നും ദൈവം നമ്മെ ഏൽപ്പിക്കുകയില്ല. എന്നാൽ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. സംഘർഷം നിറഞ്ഞ ഈ ലോകത്തിൽ പ്രത്യാശാനഭരമായ വഴിപാടുകൾ ലഭ്യമാകണമെങ്കിൽ പരിശുദ്ധ ദൈവമാതാവിനെ പോലെ ദൈവവുമായി അർത്ഥപൂർണ്ണവും നിരന്തരവുമായ ബന്ധം പുലർത്തുന്നവരും ദൈവസാന്നിധ്യം സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നവരും സമർപ്പണത്തിനായിട്ട് ദൈവം ശ്രമിക്കുന്നവരും ആ വിളിയോടുള്ള അനുസരണത്തിൽ ത്യാഗസമ്പൂർണ്ണമായി ജീവിക്കുന്നവരുമായ വ്യക്തികൾ സഭയിൽ ഉണ്ടാവണം. ഇന്നത് വളരെ വിരളമാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി മാത്രമല്ല, പ്രത്യേക ഓരോ ദിവസത്തിലും ദാരിദ്ര്യത്തിലും ചൂഷണത്തിലും ശക്തിഹീനതയിലും വിവേചനത്തിലും നീതി നിഷേധത്തിലും നട്ടം തിരിയുന്ന ദൈവസൃഷ്ടിയുടെ നിരോധനത്തിലൂടെ പരിശുദ്ധ മറിയാമിലേക്ക് വന്നതുപോലെ നമുക്ക് കർത്താവ് നമ്മിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതാണ്. ഈ കാലത്ത് ദൈവം വിശക്കുന്നവരെ അവരുടെ വിശപ്പടക്കുന്നത് സ്വർഗീയ മന്നാവുണ്ടല്ല, പ്രത്യേകത നാം ഓരോരുത്തരിലും കൂടിയാണ്. നീതി നിഷേധിക്കപ്പെട്ടവരുടെ രോദനത്തിലും നാം കേൾക്കുന്നതും മനുഷ്യന്റെ രോദനമല്ല, പ്രത്യേക സമർപ്പണ സമ്പൂർണമായ ശുശ്രൂഷയ്ക്കായി എന്നെയും നിങ്ങളെയും വിളിക്കുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. ഇന്നലെ എൻ്റെ വീട്ടിൽ വർത്തമാൻ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത 2 പ്രൊഫസേഴ്സ് വന്നു. ഒറീസയിലുള്ളതായ ആദിവാസികളുടെ ഇടയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ പറഞ്ഞ് അതിൽ പണം ശേഖരിക്കുവാൻ വന്നതാണ്. ഈ ഘനായ പ്രജാസനത്തിൽപ്പെട്ട ഒരു കോളേജ് അധ്യാപകൻ അങ്ങനെ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതായി ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പലപ്പോഴും അവിടെ നടക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളിൽ മാറി നിൽക്കുന്നവരാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് തന്റെ വേല എവിടെയൊക്കെ ആവശ്യമാണോ അവിടെയൊക്കെ ആ വേലയിൽ പങ്കാളികളാകുവാനാണ്. പക്ഷേ നിങ്ങൾക്കും ഒറീസയിൽ പോയി അവിടെയുള്ള ആളുകളുടെ പ്രയാസങ്ങളിൽ
സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന് പ്രവർത്തിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവത്തിന്റെ വിളി അതിൽ കേൾക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ ശബ്ദം നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കരച്ചിൽ കൂടെ കേൾക്കുവാൻ സാധിക്കണം. മത്തായിയുടെ സുവിശേഷത്തിന്റെ 25-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞതാണ്, മനുഷ്യന്റെ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചിട്ട് കുടിപ്പാൻ തന്നു, നഗ്നനായിരുന്നതിനെ ഉപയോഗിച്ചു, വിലങ്ങെടുത്തായതിനെ പറഞ്ഞത്. അതുകൊണ്ട് സ്വർഗ്ഗരാജ്യം അനുഭവിച്ചവരെ എവിടെയാണ് നിന്നെ ഞങ്ങൾ അങ്ങനെ കണ്ടെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിലുള്ള ആളുകളുടെ മധ്യത്തിലാണ്. അങ്ങനെയുള്ള ആളുകളെ കാണുവാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള വഴിയാണ് ഈ ദൈവമാതാവിന്റെ ജന്മപ്പെരുന്നാളിൽ നമുക്കുണ്ടാകേണ്ടത്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് അതിനനുസൃതമായി പ്രവർത്തിക്കാൻ ദൈവം നൽകുന്ന അവസരങ്ങളിൽ ക്രിയാത്മകമായി പ്രതികരിക്കുമ്പോൾ നാം അറിയാമിന്റെ സാദൃശ്യത്തിൽ കർത്താവിന്റെ ദാസിദാസന്മാരായിത്തീരും. എന്താണ് ഓരോ വ്യക്തിയെ കുറിച്ചുള്ള ദൈവം എന്ന് പറയുവാൻ മറ്റാർക്കും സാധിക്കുകയില്ല. അവരവർ തന്നെ അത് കണ്ടുപിടിക്കണം. എന്തിനാണ് ദൈവം എന്ന് വിളിക്കുന്നത്? ദൈവം ആരോടും നിഷ്ക്രിയരായിരിക്കുവാൻ പറയുന്നില്ല. നാം ഓരോരുത്തരും സമർപ്പണ ശുശ്രൂഷയ്ക്കായി നമ്മെ വിളിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകൾ തുറന്ന് കാത്തിരിക്കണം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നമുക്ക് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ അനന്തമായ ഒരു ദൈവ ആഗമനവും അതിന്റെ മഹത്വപൂർണ്ണമായ പുനരാഗമനത്തിന്റെ നാന്ദിയും ആയിത്തീരും എന്നുള്ളത് സംശയമില്ല. നാം ആകെ ചെയ്യേണ്ടത് അറിയാമെന്നോടൊത്ത് എന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുകയും അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുകയുമാണ്. മാതാവിനെ പോലെ സമർപ്പണ ജീവിതത്തിനായുള്ള ദൈവത്തിന്റെ വിളി കേട്ട് നമ്മെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞ് അതിനോട് പ്രതികരിക്കുവാൻ പോകണം. ഈ വലിയ പെരുന്നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും